empowering women in Christ. ഹല്ലേലൂയ. ഷെഖേന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. കർത്താവിൻ്റെ ജ്ഞാനത്താൽ നിറഞ്ഞ് നമ്മുടെ ഭവനങ്ങളെ പണിതുയർത്തുന്ന അനുഗ്രഹീതരായ സ്ത്രീകളാകാനുള്ള ആ വിശ്വാസ യാത്രയിലാണ് നാം ഓരോരുത്തരും. പ്രിഷില്ല പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടങ്ങുമ്പോൾ തന്നെ നന്ദിയുടെ ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളിൽ പലരും നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെയും സ്നേഹം നിറഞ്ഞ വാക്കുകളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും എല്ലാം വലിയൊരു സപ്പോർട്ടാണ് ഈ പ്രോഗ്രാമിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു ശുശ്രൂഷയിൽ നിങ്ങളുടെ ഓരോ പ്രോത്സാഹനങ്ങളും വളരെ വിലപ്പെട്ടതാണ്. ഓരോരുത്തർക്കും വളരെ സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നാം ഓരോ സ്ത്രീകളും നമ്മുടെ കുടുംബങ്ങളിലായിരിക്കുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ കർത്താവിൻ്റെ വഴിയിൽ നടത്തേണ്ടതിൻ്റെ ആ ഒരു ആവശ്യകതയെക്കുറിച്ച് നാം കാണുകയുണ്ടായി. ഒപ്പം വിശുദ്ധ വചനങ്ങളിലും ചരിത്രത്തിലുമൊക്കെ വളരെ വിജയപ്രദമായിട്ട് തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കിയ ചില അമ്മമാരെയൊക്കെ നാം പഠിക്കുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷകളെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്ന ഓരോ വചനങ്ങളിലൂടെയും നമ്മോട് വ്യക്തിപരമായി കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് സ്വന്തമാക്കി നമ്മുടെ ജീവിതങ്ങളിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിൻ്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. 86 സങ്കീർത്തനം 11 വാക്യത്തിൽ ദാവീദ് രാജാവിൻ്റെ ഒരു പ്രാർത്ഥന നാം കാണുന്നുണ്ട്. കർത്താവേ, ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ സത്യത്തിൽ ഞാൻ നടക്കേണ്ടതിന് കർത്താവേ, അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. എനിക്ക് അങ്ങയുടെ വഴി പറഞ്ഞു തരണമേ. ആ വഴിയെ നടന്ന് സത്യത്തിൽ ജീവിക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന്. നമുക്കും ദാവീദ് രാജാവിൻ്റെ ഈ പ്രാർത്ഥന ഒന്ന് ചേർന്ന് ഏറ്റു പറയാം. കർത്താവേ, കർത്താവേ, ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. എന്റെ പ്രിയ സഹോദരിമാരെ, ഇന്നത്തെ ശുശ്രൂഷയെ പരിപൂർണമായിട്ടും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സത്യത്തിൽ നടക്കേണ്ടതിന് കർത്താവിൻ്റെ വഴി ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഒരു മനസ്സായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വഴിയിൽ നടന്ന് കർത്താവിൽ നിന്ന് ജ്ഞാനം സ്വീകരിച്ച് കർത്താവിന് സന്തോഷം നൽകുന്നവരായി നമ്മൾ ഓരോരുത്തർക്കും മാറാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് വിളിച്ച് നമുക്ക് പാടി ആരാധിച്ച് കർത്താവിനോട് ചേർന്ന് ഇന്നത്തെ ശുശ്രൂഷകൾ നമുക്ക് ആരംഭിക്കാം. നമുക്കൊന്ന് ചേർന്ന് എവിടെയായിരുന്നാലും കർത്താവിനെ സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. ഇന്നത്തെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ സഹോദരിമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. കുഞ്ഞുങ്ങളെ അഭിഷേകം ചെയ്യണമേ. ജീവിത പങ്കാളികളെ അഭിഷേകം ചെയ്യണമേ. കുടുംബത്തിൽ കർത്താവിൽ നിന്നുകൊണ്ട്, കർത്താവിനായി നിന്നുകൊണ്ട് ഒരു അനുഗ്രഹമായി തീരുവാൻ ഓരോ സഹോദരിയെയും പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ മാതാവേ, തിരുകുടുംബത്തിൽ ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞ് എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങൾ ഓരോരുത്തർക്കു വേണ്ടിയും ഓരോ സഹോദരിമാരും തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ദൈവഹിതപ്രകാരം പൂർത്തീകരിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ അമ്മേ പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യൗസേ പിതാവേ, തിരുകുടുംബത്തെ പാലിച്ച് നയിച്ചു കൊണ്ട് നടന്ന യൗസേ പിതാവേ, ഞങ്ങൾ ഓരോരുത്തർക്കു വേണ്ടിയും പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശുവിൽ എൻ്റെ പ്രിയ സഹോദരിമാരെ, ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ഒരു ഭാര്യ എന്ന നിലയിൽ നമ്മളുടെ കുടുംബങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ തിരുവചനം നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ഭാര്യയുടെ റോൾ എന്താണ്? ഒരു ഭാര്യയിൽ നിന്ന് കർത്താവ് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ കാര്യങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കാനും പഠിക്കാനുമായി പോകുന്നത്. ഭാര്യമാർ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചവർ മാത്രമല്ല, ഓരോ പെൺകുഞ്ഞുങ്ങളും വിവാഹത്തിനായി ഒരുങ്ങുന്ന ഓരോ കുഞ്ഞനുജത്തിമാരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് നാം ഇവിടെ പങ്കുവയ്ക്കാനായി പോകുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ പരിശുദ്ധ വചനത്തിന് മുൻപിലായിരിക്കുക. സുഭാഷിതങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഉത്തമയായ ഒരു സ്ത്രീ, ഒരു ജ്ഞാനത്താൽ നിറഞ്ഞ ഒരു സ്ത്രീയുടെ സവിശേഷ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സുഭാഷിതങ്ങൾ 31 അധ്യായം 11 വാക്യത്തിൻ്റെ 1 ഭാഗത്തിൽ, ആദ്യ ഭാഗത്തിൽ കർത്താവ് എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഭർത്താവിന്റെ ഹൃദയം അവളിൽ വിശ്വാസം അർപ്പിക്കുന്നു. അവളിൽ വിശ്വാസം അർപ്പിക്കുന്നു. ഭർത്താവിൻ്റെ ഹൃദയം തൻ്റെ ഭാര്യയിൽ വിശ്വാസം അർപ്പിക്കുന്നു. അവളെ വിശ്വസിക്കാൻ കൊള്ളാമെന്നോ വിശ്വാസയോഗ്യയാണെന്നോ എന്നൊന്നും അല്ല പറയുന്നത്. ആ ഭർത്താവ് അവളെ പൂർണ്ണമായും വിശ്വസിക്കുന്നു. തൻ്റെ ഭാര്യയെ തൻ്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവിധം ഒരു ഭർത്താവിൻ്റെ ഹൃദയം അവളിൽ വിശ്വാസം അർപ്പിക്കണമെങ്കിൽ പല പല കാര്യങ്ങൾ തിരുവചനം നമ്മളോട് പറയുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്കായി നൽകുന്നു. തൻ്റെ മക്കളെ താൻ ഇല്ലാത്തപ്പോഴും എല്ലാം ഭാര്യയുടെ കൈകളിൽ അവർ സുരക്ഷിതരാണെന്ന് അവൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. തൻ്റെ കുടുംബം, ഫാമിലിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഭംഗിയായി അവൾ ക്രമീകരിക്കുമെന്ന് അവൻ വിശ്വസിക്കുന്നു. മാതാപിതാക്കളെ, ബന്ധുക്കളെ, അവരുമായുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെ കൊണ്ടുപോകുവാൻ തൻ്റെ ഭാര്യയ്ക്ക് സാധിക്കുമെന്ന് അവൻ വിശ്വസിക്കുന്നു. താനുമായി ബന്ധപ്പെട്ടതെല്ലാം അവളുടെ കയ്യിൽ സുരക്ഷിതമാണെന്ന് ഒരു ഭർത്താവ് വിശ്വസിക്കുന്നു. അതാണ് തിരുവചനം പറയുന്നത്. ഭർത്താവിൻ്റെ ഹൃദയം തൻ്റെ ഭാര്യയിൽ വിശ്വാസമർപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നാം ചിന്തിക്കാനായി പോകുന്നത്. ഒരു ഭർത്താവിന് ഇങ്ങനെ പറയാൻ സാധിക്കണമെങ്കിൽ ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം? അതാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ഇതിനായി നമുക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഭർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒരു ഭാര്യയെ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ് നാം അത് കാണുക. നമുക്ക് ആ വചനത്തിലേക്കൊന്ന് പോകാം. ഉൽപ്പത്തി 2 അധ്യായം 18 വാക്യം. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. കർത്താവിന് അതിൽ എന്തൊക്കെയോ പന്തികേട് തോന്നി. കർത്താവ് പറയുകയാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരും സന്യസ്തരും അതുപോലെ കർത്താവിനെ പ്രതി ഏകാവസ്ഥയിലായിരിക്കുന്നവരുമെല്ലാം അവരോടൊപ്പം കർത്താവ് തുണയായിട്ടുണ്ട്. അവരൊരിക്കലും ഏകരല്ല, അവരോടൊപ്പം കർത്താവ് തുണയായിട്ടുണ്ട്. വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് കടന്നു വന്ന ഒരു വ്യക്തിയും ഏകനായിരിക്കുന്നത് നന്നല്ല. അതുകൊണ്ട് അവന് ചേർന്ന ഒരു ഇണയെ കർത്താവ് നൽകുകയാണ്. ആദത്തിനെ സംബന്ധിച്ചിടത്തോളം ആദത്തിൻ്റെ ഏറ്റവും ആദത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കർത്താവ് മെനഞ്ഞെടുത്ത് ചേർത്ത് കൊടുത്തത്, ഹവ്വ. ഐ വിൽ മേക്ക് എ ഹെൽപ്പർ ആസ് ഹിസ് പാർട്ട്ണർ. കർത്താവ് ആദത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെൽപ്പറിനെ കൊടുത്തുകൊണ്ടാണ് ഈ വാക്യം പറയുന്നത്. അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. അപ്പോൾ അവിടെ ഹവ്വായുടെ ദൗത്യം എന്തായിരുന്നു? ആദത്തിന് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുക എന്നതായിരുന്നു ഹവ്വായെ കർത്താവ് ഏൽപ്പിച്ച ദൗത്യം. എല്ലായിടത്തും ഏകാന്തതയിൽ തുണയായി, എല്ലാ കുറവുകളിലും നിറവായിട്ടാണ് ഹവ്വായി അവിടെ കർത്താവ് ചേർത്ത് കൊടുത്തത്. ഇതിനർത്ഥം ഒരിക്കലും ഒരു ഭാര്യ ഭർത്താവിന് ഇൻഫീരിയർ ആണെന്നല്ല. എന്നാൽ ഇന്നത്തെ ഫെമിനിസ്റ്റുകൾ പറയുന്നത് പോലെ ഒരേ പങ്കാളിത്തവും അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്.
ഇതുമായി ബന്ധപ്പെട്ട് പുതിയ നിയമത്തിൽ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം, പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 9-ാം വാക്യം നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. പുരുഷൻ സൃഷ്ടിക്കപ്പെട്ടത് സ്ത്രീക്ക് വേണ്ടിയല്ല, സ്ത്രീക്ക് വേണ്ടിയല്ല. സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത് പുരുഷനു വേണ്ടിയാണ്. ഹവ്വായെ കർത്താവ് സൃഷ്ടിച്ചത് എന്തിനാണ്? ആദത്തിന് സഹായിയായിട്ടാണ്. പുരുഷന് വേണ്ടിയിട്ടാണ് സ്ത്രീയെ സൃഷ്ടിച്ചത്. എന്നാൽ അതിൻ്റെ കൃത്യമായ ഒരു അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ 11-ാം അധ്യായത്തിൽ തന്നെ 11-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. കർത്താവിൽ പുരുഷനും സ്ത്രീയും പരസ്പരം ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. കർത്താവിൻ്റെ മുൻപിൽ ആർക്കും വില കുറവില്ല. എന്നാൽ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം പുരുഷന് വേണ്ടിയിട്ടാണ്, അവളുടെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് അവളെ കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത്. വിവാഹം എന്ന കൂദാശ അവൾ സ്വീകരിക്കുമ്പോൾ ആ ഭർത്താവിനെ കർത്താവ് ചേർത്ത് കൊടുത്ത ആ ഭർത്താവിന് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കുവാനുള്ള കൃപ ആ സ്ത്രീക്ക് നൽകപ്പെടുന്നുണ്ട്. ഒരു ഭാര്യയുടെ റോള് പൂർത്തിയാകുന്നത് തൻ്റെ ഭർത്താവിൻ്റെ സ്യൂട്ടബിൾ ഹെൽപ്പർ ആവുമ്പോഴാണ്, അവന് ഏറ്റവും ബെസ്റ്റ് പാർട്ട്ണർ ആവുമ്പോഴാണ്. തൻ്റെ കുടുംബത്തിൽ ഭർത്താവിൻ്റെ എല്ലാ മേഖലകളിലും, ആത്മീയ മേഖലകളിലും എല്ലാം, ഭൗതിക മേഖലകളിൽ, ജോലി കാര്യങ്ങളിൽ, മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, ഇവരോടൊക്കെയുള്ള ബന്ധത്തിൽ ഒരു ഭർത്താവിൻ്റെ എല്ലാ കുറവുകളും നിറവുകളാക്കേണ്ടവളാണ് ഒരു ഭാര്യ. വലിയൊരു ഉത്തരവാദിത്വമാണ് കർത്താവ് നൽകിയിരിക്കുന്നത്. ഭർത്താവിൻ്റെ എല്ലാ കുറവുകളിലും നിറവാക്കാനുള്ള ഒരു കൃപ അത് അവൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ആ കൃപയിൽ നമ്മൾ പൂർണ്ണത പ്രാപിക്കണം. ഒത്തിരിയേറെ ഉത്തരവാദിത്വങ്ങൾ വരുമ്പോഴുള്ള വിഷമതകളും പിറുപിറുപ്പലുകളും ഒന്നുമില്ലാതെ സന്തോഷത്തോടെ കർത്താവ് ഏൽപ്പിച്ച ആ വലിയ ദൗത്യം നിർവഹിക്കുവാനാണ് ഓരോ ഭാര്യയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഉത്തരവാദിത്വങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ ചിലപ്പോൾ ഒരു ചിന്ത വന്നേക്കാം, ഞാൻ ഇല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്താകും, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു സുപ്പീരിയോറിറ്റി വരും. അങ്ങനെയൊക്കെ വരുന്നവരാണ് ഈ ഫെമിനിസ്റ്റ് ചിന്തകളിലേക്ക് പോകുന്നത്. കർത്താവ് സൃഷ്ടിച്ചത് ഒരു ഭാര്യയും ഭർത്താവിനെയും പരസ്പരം ആശ്രയിച്ചു നിൽക്കാനാണ്. ഒരു ഭാര്യയ്ക്ക് തന്നെ യാതൊരു നിലനിൽപ്പുമില്ല. ഭർത്താവിനോട് ചേർന്ന് മാത്രമേ അവൾക്കൊരു ഫുൾനെസ് ഉള്ളൂ. സ്വയം എന്തോരം നിൽക്കാമെന്ന് അവൾ വിചാരിച്ചാലും കർത്താവിൻ്റെ മുൻപിൽ അവൾ പൂർണ്ണയല്ല. ഭർത്താവിനോട് ചേർന്ന് തൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുമ്പോൾ മാത്രമാണ് ആ ഭാര്യയ്ക്ക് തൻ്റെ ഒരു പൂർണ്ണത, ആ ഒരു സന്തോഷം, ആ ഒരു ജ്ഞാനത്താൽ നിറഞ്ഞു ജീവിക്കാനായിട്ട് അവൾക്ക് സാധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് പ്രഭാഷകൻ 26-ാം അധ്യായത്തിൽ, 26-ാം അധ്യായം മുഴുവൻ ഒരു ഉത്തമയായ ഭാര്യയുടെ കാര്യങ്ങളാണ് പറയുന്നത്. സുഭാഷിതങ്ങൾ 31-ഉം പ്രഭാഷകൻ 26-ഉം ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ്. അതിൽ പ്രഭാഷകൻ 26-ാം അധ്യായം 2-ാം വാക്യം നമുക്കൊന്ന് ശ്രവിക്കാം. വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു. അവൻ സമാധാനത്തോടെ ആയുസ് തികയ്ക്കും. ഭാര്യയുടെ വിശ്വസ്തത അത് ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തിരുവചനവും നമ്മളോട് പറയുന്നത് അത് തന്നെയാണ്. കർത്താവും ഒരു ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവൾ തൻ്റെ ഭർത്താവിനോട് പരിപൂർണമായും വിശ്വസ്തയായിരിക്കണം എന്നതാണ്. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണിത്. ഭാര്യമാരുടെ വിശ്വസ്തത വളരെയേറെ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഭാര്യയ്ക്ക് ഭർത്താവിനോട് വിശ്വസ്തത പുലർത്താൻ സാധിക്കുന്നില്ല. ദാമ്പത്യ ബന്ധത്തിലാകട്ടെ, കുടുംബ ബന്ധത്തിൽ, മറ്റു പല മേഖലകളിലുമാകട്ടെ, ഭർത്താവിനോട് വിശ്വസ്തത പുലർത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ കുടുംബം കർത്താവ് ആഗ്രഹിക്കുന്ന പോലെയേ അല്ല മുന്നോട്ട് പോകുന്നത്. കർത്താവിൻ്റെ ഹിതം അവിടെ നിറവേറുന്നില്ല. ഇവിടെയാണ് നാം ഓരോരുത്തരും, ഓരോ ഭാര്യമാരും ജ്ഞാനത്താൽ നിറയേണ്ടതിൻ്റെ ആവശ്യകത വരുന്നത്. ഭർത്താവിനോട് ഏറ്റവും വിശ്വസ്തത പുലർത്തുന്നവരായിട്ട് നാം മാറണം. ആ ഭർത്താവിനെ സഹായിച്ച് അവന് സ്യൂട്ടബിൾ ഹെൽപ്പറായി വളരെ ഫെയ്ത്ത്ഫുള്ളായി
ഇനിയും വചനം ഒരു കാര്യം പറയുന്നുണ്ട്. സുഭാഷിതങ്ങൾ 31-12 ആ വചനം നമുക്കൊന്ന് ശ്രവിക്കാം. അവൾ ആജീവനാന്തം അവൾ ആജീവനാന്തം ഭർത്താവിന് നന്മയല്ലാതെ ഭർത്താവിന് നന്മയല്ലാതെ ഉപദ്രവം ചെയ്യുന്നില്ല. ഉപദ്രവം ചെയ്യുന്നില്ല. മനസ്സിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഒന്നും ആജീവനാന്തം അവളിൽ ജീവൻ ഉള്ളിടത്തോളം കാലം തൻ്റെ ഭർത്താവിന് നന്മ മാത്രം ചെയ്യാനേ ഒരു ഭാര്യയ്ക്ക് സാധിക്കൂ. ഇല്ലെങ്കിൽ ആ ഒരു കൃപ നാം കർത്താവിൽ നിന്ന് പ്രാപിക്കുക തന്നെ വേണം. ഭർത്താവിന് ഉപദ്രവം ചെയ്യുന്നത് ആ ഒരു ദാമ്പത്യ ബന്ധത്തിലെ വലിയൊരു അവിശ്വസ്തതയാണ്. നമ്മൾ പൂർണ്ണ മനസ്സോടെ ആയിരിക്കണമെന്നില്ല, പക്ഷേ ഏതെങ്കിലും രീതിയിൽ, ചെറിയ രീതിയിലെങ്കിലും അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വരുത്തുന്ന കാര്യങ്ങൾ, ഉപദ്രവങ്ങൾ ഒരു ഭാര്യയിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊക്കെ തോന്നാം ഭർത്താവിന് എന്തുമാകാം, നമ്മൾ ഭാര്യമാരോട് മാത്രമാണോ കർത്താവ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. പക്ഷേ ആ രീതിയിൽ ജീവിച്ച് കാണിച്ചവർ നമ്മുടെ മുന്നേ പോയിട്ടുണ്ട്. ധാരാളം സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരെ എങ്ങനെയായിരുന്നാലും അവർ വളരെ വിശ്വസ്തയോടെ കമ്മിറ്റഡായി യാതൊരു ഉപദ്രവം മനസ്സിൽ പോലും വിചാരിക്കാതെ ഭർത്താവിന് വേണ്ടി ജീവിച്ച ഒത്തിരിയേറെ സ്ത്രീകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തിരിച്ചും ഒത്തിരിയേറെ സംഭവിക്കുന്നുണ്ടാകാം. പക്ഷേ ഈ ശുശ്രൂഷയിൽ നമ്മൾ ഓരോരുത്തരും ഉത്തമയായ ഭാര്യയാകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കർത്താവിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ച് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് പൂർത്തീകരിക്കുവാനാണ്. ഭർത്താവ് ചെയ്യുന്നോ ചെയ്യുന്നില്ലയോ അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക. അതിന് നമുക്ക് ഒത്തിരിയേറെ നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർ നമുക്ക് മുമ്പേ പോയിട്ടുണ്ട്. അങ്ങനെ സാധിക്കും എന്ന് നമ്മളെ തെളിയിച്ചു തന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പത്രോസ്ലീഹ ഒരു കാര്യം പറയുന്നുണ്ട്. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിൽ 1-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, വചനം അനുസരിക്കാത്ത ഏതെങ്കിലും ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. ഭാര്യമാർക്ക് നൽകിയിരിക്കുന്ന വലിയൊരു കഴിവാണത്. അതിൽ നമ്മൾ അഭിമാനം കൊള്ളുക, അതിനായിട്ട് പ്രയത്നിക്കുക. ഭർത്താക്കന്മാർ ശരിയല്ല, അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ് എന്നൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. അവരെങ്ങനെയാണെങ്കിലും അവരെ തങ്ങളുടെ പെരുമാറ്റം കൊണ്ട് കർത്താവിലേക്ക് നയിക്കാൻ ഒരു ഭാര്യയ്ക്ക് കഴിയും. അതിനുള്ള കൃപ കർത്താവ് ഓരോ ഭാര്യമാർക്കും നൽകിയിട്ടുണ്ട്. അതിൽ നമ്മൾ വളരുക, ആ കൃപയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കുക. ഇതിന് ഉത്തമമായൊരു ഉദാഹരണമാണ്, അങ്ങനെ ജീവിച്ച് തെളിയിച്ച് തന്ന ഒരാളാണ് നമ്മുടെ മോനിക്ക അമ്മ, വിശുദ്ധ അഗസ്റ്റിൻ്റെ അമ്മ വിശുദ്ധ മോനിക്ക. നമുക്കൊക്കെ പരിചയമുള്ള ഒരു ജീവിതമാണ് വിശുദ്ധ മോനിക്കയുടേത്. വളരെ ചെറുപ്പത്തിൽ, ആ വിവാഹം കഴിഞ്ഞ സമയം മുതൽ ഭർത്താവ് ദൈവിക വഴിയിലായിരുന്നില്ല, നിരീശ്വരവാദിയായിരുന്നു, ഭയങ്കര ഹാർഷായിരുന്നു. നല്ല വാക്കുകൾ ഒന്നും തന്നെ മോനിക്ക അമ്മ കേട്ടിട്ടില്ല. പക്ഷേ വിശുദ്ധ അഗസ്റ്റിൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കൽ പോലും ഭർത്താവിൻ്റെ ആ മുൻകോപമുള്ള വാക്കുകളുടെ മുൻപിൽ റിയാക്ട് ചെയ്ത് അമ്മയെ അഗസ്റ്റിൻ കണ്ടിട്ടില്ല. ഒരിക്കലും ആ തൻ്റെ ദൈവികമായ ആ ഒരു ശാന്തതയിലും ആ ഒരു പ്രാർത്ഥനയിലൂടെയും അവസാനം 20 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ഭർത്താവിനെ കർത്താവിനായി നേടുവാൻ ആ അമ്മയ്ക്ക് സാധിച്ചു. വളരെയേറെ വില കൊടുത്തു. അതിനൊക്കെയുള്ള കൃപ ആ അമ്മയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണിച്ചു തന്നു. ഓരോ സ്ത്രീക്കും അത് സാധിക്കും എന്നമ്മ കാണിച്ചു തന്നു. വിശുദ്ധ അഗസ്റ്റിൻ ആ മകൻ വളരെ അഭിമാനത്തോടെയാണ് തൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നത്. പിന്നീട് ഇങ്ങനെ വളരെ പ്രശ്നങ്ങളിലൂടെ പോകുന്ന പല സ്ത്രീകളും ഈ അമ്മയുടെ അടുക്കൽ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ കംപ്ലൈൻറ്റുമായിട്ട് കടന്നു വരും. ഭർത്താക്കന്മാരിലുള്ള കുറവുകളും അവരുടെ പ്രശ്നങ്ങളും അവരിൽ നിന്ന് നേരിടേണ്ടി വരുന്ന എല്ലാമായിട്ട് അമ്മയുടെ അടുക്കൽ വരുമ്പോൾ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, അവിടെ പ്രശ്നം ഗുരുതരമാകുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാവിനെ ശ്രദ്ധിക്കുക. പ്രശ്നം നിങ്ങളുടെ വാക്കുകളിലാണ്. ആ അമ്മ വെറുതെ പറയല്ല, അത് ജീവിച്ച് തെളിയിച്ച് കാണിച്ചു തന്നു. ശാന്തയായി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന് അവസാനം ആ ഭർത്താവിനെ കർത്താവിനായി നേടുവാൻ ആ അമ്മയ്ക്ക് സാധിച്ചു. തൻ്റെ പെരുമാറ്റത്തിലൂടെ തൻ്റെ ഭർത്താവിനെ
കർത്താവിലേക്ക് നയിക്കുവാൻ ആ അമ്മയ്ക്ക് സാധിച്ചു. ഈ ഒരു കാര്യം, ഇതൊരു വെല്ലുവിളിയായിട്ട് നാം ഓരോരുത്തരും ഏറ്റെടുക്കണം. എപ്പോഴും നല്ലത് മാത്രം നമ്മെ കാത്തിരിക്കത്തില്ല. കുടുംബമാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഭർത്താക്കന്മാരിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഭർത്താക്കന്മാരുടെ വാക്കുകളെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാതെ വരാം. പക്ഷേ നാം ഓരോരുത്തരെയും കർത്താവ് തെരഞ്ഞെടുത്ത് വിളിച്ചിരിക്കുന്നത് ഒരു സ്യൂട്ടബിൾ ഹെൽപ്പർ ആയിട്ടാണ്. ഒരു ഹെൽപ്പർ ഒരിക്കലും കയറി ഭരിക്കാൻ പോകത്തില്ല. ആ സ്യൂട്ടബിൾ ഹെൽപ്പറായി തീരുമാനിച്ച് നിയോഗിച്ചു കൊടുത്ത ഹൗവ ആദത്തിന് ഓപ്ഷനുമായിട്ട് ഡിസിഷനുമായിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ പിഴവ് സംഭവിച്ചു. ആ ഡിസിഷൻസ് എല്ലാം, തീരുമാനങ്ങളെല്ലാം ഭർത്താവിൽ നിന്നാണ് വരേണ്ടത്. ഭാര്യമാർ സഹായിമാരാണ്, എന്നാൽ ഇൻഫീരിയർ അല്ല. ഒരേപോലെയാണ് കർത്താവിൻ്റെ മുൻപിൽ. പരസ്പരം ആശ്രയിച്ച് നിലകൊള്ളുവാനാണ് പരിശുദ്ധ ബൈബിൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ നമുക്ക് നിൽക്കാൻ സാധിച്ചാൽ ഒരു സ്യൂട്ടബിൾ ഹെൽപ്പറായി, ഏറ്റവും ഫെയ്ത്ത്ഫുള്ളായി, തൻ്റെ ഭർത്താവിന് നന്മ മാത്രം ചെയ്യുന്ന ഒരു ഭാര്യയായി, മനസ്സിൽ പോലും നന്മ മാത്രം ചെയ്യുന്ന ഒരു ഭാര്യയായി നിൽക്കാൻ സാധിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു റിവാർഡിനെ കുറിച്ച് പറയുന്നുണ്ട്. സുഭാഷിതങ്ങൾ 31 28 29 വാക്യങ്ങളിലാണ് നമ്മൾ ആ റിവാർഡ് കാണുക. നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. അവളുടെ സന്താനങ്ങൾ അവളെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു. അവളെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു. അവളുടെ ഭർത്താവും അപ്രകാരം ചെയ്യുന്നു. അവൻ അവളെ ഇങ്ങനെ പ്രശംസിക്കുന്നു. പല സ്ത്രീകളും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നീ അവരെയെല്ലാം അതിശയിക്കുന്നു. മക്കളുടെയും ഭർത്താവിൻ്റെയും അധരങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രശംസയുടെ വാക്ക് കേൾക്കാൻ നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നില്ലേ? ഈ പറയുന്നത് പോലെ കർത്താവിൻ്റെ വചനത്തിൽ നമ്മോട് പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിച്ചാൽ, അതിനുള്ള കൃപ കർത്താവിൻ്റെ മുൻപിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് നേടിയെടുത്താൽ ഇങ്ങനെ തന്നെ സംഭവിക്കും. അവരുടെ ആ ഒരു സന്തോഷത്തിന് ഉതകുന്ന വിധത്തിൽ പെരുമാറുവാൻ, പ്രവർത്തിക്കുവാൻ, എല്ലാം ചെയ്യുവാൻ ഒരു ഭാര്യയ്ക്ക് സാധിക്കും. അപ്പോഴാണ് മക്കൾ അമ്മയെ നോക്കി ഭാഗ്യവതി എന്ന് വിളിക്കുന്നത്. ഭർത്താവ് പറയുകയാണ്, പല സ്ത്രീകളും, ഒത്തിരിയേറെ കഴിവുള്ള പല സ്ത്രീകളും അവർ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഒത്തിരിയേറെ നേട്ടങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. എന്നാൽ നീ ഈ കുടുംബത്തിന് വേണ്ടി നിന്നുകൊണ്ട്, ഇവിടുത്തെ ഉത്തരവാദിത്വങ്ങൾ ചെയ്തുകൊണ്ട് അവരെക്കാളൊക്കെ കഴിവുള്ളവളായി സ്വയം തെളിയിച്ചിരിക്കുന്നു. വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല ഈ വചനം കേൾക്കുവാനായിട്ട്, ഈ ഒരു പ്രശംസ കിട്ടുവാനായിട്ട്. നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ അത് വളരെ വൃത്തിയായി, വ്യക്തമായി കർത്താവിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭർത്താവിന് അത് സന്തോഷകരമായി മാറും. കാരണം നിങ്ങളുടെ ഭർത്താവിന് ചേർന്ന വിധത്തിലാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുറവുകളെ നിറവുകളാക്കുന്ന വിധത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് കുറവായി തന്നെ നിലനിൽക്കുമ്പോഴാണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്. അതെല്ലാം ഒരുമിച്ച് നിന്ന്, പരസ്പരം ആശ്രയിച്ച് നിന്ന് ഒരു കംപ്ലീറ്റ്നെസ്, ഒരു ഫുൾനെസ്സിലേക്ക് കൊണ്ടുപോകുവാൻ നമ്മൾ ഓരോ സ്ത്രീകൾക്കും സാധിക്കും. കർത്താവ് അതിനുള്ള കൃപ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ആ ഒരു ഫുൾനെസ്സിലേക്ക് നമ്മൾ പ്രാർത്ഥിച്ച് എത്തണമെന്ന് മാത്രം. അങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവരെയും അവരെയും ഇവരെയും ഒന്നും കമ്പാരിസൺ അവിടെ ഉണ്ടാവുകയില്ല. അവരൊക്കെ പലതും ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ നിന്റെ കുടുംബത്തിൽ നിന്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ച് നിന്റെ കഴിവ് തെളിയിച്ചു എന്ന് നിന്റെ ഭർത്താവ് നിന്നോട് പറയുവാൻ ഇടയാകും. നിന്റെ മക്കൾ നിന്നെ പ്രശംസിക്കുവാനായിട്ട് ഇടയാകും. ഇതിനായിട്ട്, ഈ ഒരു കൃപയ്ക്കായിട്ട് ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മൾ ഓരോ സ്ത്രീകളോടും പറഞ്ഞ ആ നടക്കേണ്ട വഴി, നമ്മൾ ആരംഭത്തിൽ പ്രാർത്ഥിച്ചില്ലേ, കർത്താവെ ഞങ്ങൾ നടക്കേണ്ട വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന്. കർത്താവ് കാണിച്ചു തരുന്ന ഈ വഴികളെ തിരിച്ചറിഞ്ഞ് അതിലേക്ക് കടന്നു വരുവാൻ, ആ വഴിയിലൂടെ നടക്കുവാൻ, തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്ന് യഥാർത്ഥ മാർഗത്തിലൂടെ പോകുവാൻ, ഒരു ഭാര്യയെ കർത്താവ് എന്തിനാണ് ഒരു കുടുംബത്തിലാക്കിയിരിക്കുന്നത് എന്ന തിരിച്ചറിവ് സ്വന്തമാക്കി നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ആ ഒരു അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ഭാര്യമാരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.
നാം എവിടെ ആയിരുന്നാലും ഒന്ന് ചേർന്ന് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, ഓരോ ഭാര്യമാരുടെ ജീവിതത്തിലേക്കും കടന്നു വന്ന് അവിടെ പൂർണ്ണത വരുത്തണമേ, കൃപകളാൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഉത്തമയായ സഹായിയാകുവാൻ ഓരോ ഭാര്യമാരെയും കൃപയാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, പരിശുദ്ധാത്മാവേ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവേ കൃപയാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. ഓരോ ഭാര്യമാരും തന്റെ ഭർത്താവിനോടുള്ള വിശ്വസ്തതയാൽ കമ്മിറ്റഡായി തീരുവാനായിട്ട് പരിശുദ്ധാത്മാവേ കൃപ നൽകണമേ. ഓരോ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് നന്മ മാത്രം ചെയ്യുന്നവരായി മാറുവാൻ പരിശുദ്ധാത്മാവേ കൃപയാൽ നിറയ്ക്കണമേ. അവരുടെ ഭർത്താക്കന്മാരുടെ സ്യൂട്ടബിൾ ഹെൽപ്പർ ആകുവാൻ ഓരോ ഭാര്യമാരെയും പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. തന്റെ കുടുംബങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ ഓരോ ഭാര്യമാരെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മയില് ശുശ്രൂഷയില് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരിമാരെയും കർത്താവിന്റെ ഹിതകരമായ വിധത്തിൽ രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആമേൻ. യേശുവിൽ എൻ്റെ പ്രിയ സഹോദരിമാരെ, ഇന്നത്തെ ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അതിനാവശ്യമായ കൃപകൾ സ്വന്തമാക്കി നമുക്ക് ഉത്തമയായ ഭാര്യമാരായി മാറുവാനായിട്ട് ശ്രമിക്കാം. കേട്ട വചനങ്ങൾ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. ഒപ്പം ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഈ ശുശ്രൂഷയ്ക്ക് പിന്നിൽ അധ്വാനിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഷെക്കേന ന്യൂസിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകളിൽ തീർച്ചയായിട്ടും ഓർക്കണം. പ്രത്യേകിച്ച് ഇവിടെ കർത്താവിനോട് കമ്മിറ്റ് ചെയ്ത് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരും തങ്ങളുടെ ദൗത്യങ്ങൾ കൃത്യതയോടെ ചെയ്യുവാൻ ഉള്ള കൃപ ലഭിക്കുവാൻ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കുക. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652. Empowering women in Christ.